നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. 2 പൈൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തോളൂ. ഫസ്റ്റ് പൈൽ ലോട്ടസ് ക്രിസ്റ്റൽ, ലോട്ടസ് ക്ലിയർ ക്രിസ്റ്റൽ ആണ്. ഓക്കെ, ക്ലിയർ ക്വാർട്സ് ക്രിസ്റ്റൽ ആണ്. ക്ലിയർ ക്വാർട്സ് അല്ല, ക്ലിയർ ക്രിസ്റ്റൽ. ഓക്കെ, ലോട്ടസ് താമര. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ. സെക്കൻഡ് പൈൽ ഈ പിരമിഡ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ എന്തോ ഒരു പിരമിഡ് പറയൂ ഇതിന്. ഓക്കെ, സോ പിരമിഡ് ഉണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ട്രയാങ്കിൾ, പിരമിഡ്. ഓക്കെ, സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അവർ നിങ്ങളോട് കാണിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ, അവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ 1, പൈൽ 2 നിങ്ങൾ ചൂസ് ചെയ്തോളൂ. പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഞാൻ പേഴ്സണിൻ്റെ മെസ്സേജസ് എടുക്കും. ഒരുപാട് ഡീറ്റെയിലിൽ അങ്ങനെ ഇല്ല ആരും. ഓക്കെ, ആദ്യം പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താ നോക്കാം, അത് ജെനുവിൻ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ് കാണുന്നത്? ഫസ്റ്റ് പൈലുകാർക്ക് കിങ് ഓഫ് വാൻഡ്സ് ആണ്. ജസ്റ്റിസ്, ഡെത്ത് കാർഡ്, സൺ ആൻഡ് ദ എംപറർ. ഡെത്ത് കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ഓക്കെ, ഗുഡ്. പേഴ്സണിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, പേഴ്സൺ നിങ്ങളോട് ലോയലാണ്. ഓക്കെ, വളരെ ആക്ച്വലി നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരുന്നിരിക്കാം ആദ്യം, നല്ലൊരു ഫ്രണ്ട്സ് ആയിരിക്കുന്നിരിക്കാം. ഓക്കെ, ഫ്രണ്ടായിട്ട് മീൻസ് ജെൻസ് ആവണമെന്നില്ല കേട്ടോ. ഇതൊക്കെ കാർഡുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലേഡീസും ജെൻസും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക. പിക്ചർ നോക്കണ്ട, കിങ് ക്വീൻ എന്നൊക്കെ ഞാൻ പറയുന്നത് നോക്കണ്ട നിങ്ങൾ. ഓക്കെ, സോ ആ ഒരു എനർജി എടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് പോലെ ഒരു വ്യക്തിയായിരുന്നിരിക്കാം. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ആ ഒരു അട്രാക്ഷൻ ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടം ഡെവലപ്പ് ആയിട്ടുണ്ടാവും. നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന് കാണാം. ഇവിടെ പേഴ്സണിന് തീർച്ചയായിട്ടും നിങ്ങളോട് ന്യായം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അതായത് വളരെ ലൈക്ക് ശരിക്കും ജെനുവിനായിട്ട് നിങ്ങളോട് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഡെത്ത് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ സപ്പോസ് വന്നു എന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഇത് പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് വീണ്ടും റീസ്റ്റാർട്ട് ആവും. ഓക്കെ, വീണ്ടും തീർച്ചയായിട്ടും റീസ്റ്റാർട്ട് ഉണ്ട് ഇവിടെ. നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം പേഴ്സണിനെ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന്, ഓക്കെ, ജസ്റ്റിസിൻ്റെ കാർഡും ഉണ്ട് ഇവിടെ. സോ ആ പേഴ്സൺ നിങ്ങളോട് ന്യായം ചെയ്യണം എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇടയിൽ എന്തോ പ്രോബ്ലം വന്നിരുന്നു. ഓക്കെ, ആ പ്രോബ്ലത്തിൻ്റെ ബട്ട് അവർ അതിനെ നിങ്ങൾക്ക് ന്യായം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞ് ക്ലിയർ ആക്കുക. നിങ്ങളുടെ കൂടെ അവർ ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, വളരെ ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ആ ഒരു അട്രാക്ഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അടുപ്പത്തിന് അവർക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്, അതായത് എംപറർ പറയുമ്പോൾ നമ്മൾ മാരേജ് എന്ന രീതിക്ക് എടുക്കാം, ഫാമിലി ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. സോ അവർ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിനെ, അവരെ ആ ഒരു ലൈക്ക് ഇഷ്ടത്തിന് നിങ്ങൾ നെക്സ്റ്റ് ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏസ് ഓഫ് വാൻഡ്സ് പുതിയ തുടക്കം പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക് വന്നു, പ്രശ്നം വന്നു, പരസ്പരം വേണ്ട മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, വോട്ടെവർ, ഇവിടെ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, എന്ത് വന്നാലും എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ശരി, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളോട് ന്യായം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെയാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. അവരുടെ ലൈഫിൽ നിങ്ങളെ കൂടെ വേണം എന്നാണ്. ഏസ് ഓഫ് വാൻഡ്സ് പുതിയ തുടക്കമാണ്. സോ തീർച്ചയായിട്ടും പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു പുതിയ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം തീർച്ചയായിട്ടും ഉണ്ടാകും. എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല നെഗറ്റീവ് കേട്ടോ. ഞാൻ കൂടുതൽ എടുക്കുന്നില്ല, ലൈക്ക് ഒരു അധികം നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, വേണമെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആവില്ല. ഓക്കെ, എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ കാർഡ് എന്തെങ്കിലും നിങ്ങളോട് പറയാൻ എക്സ്ട്രാ നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ട് എന്താ യൂണിവേഴ്സ് തരുന്നത് നോക്കാം. പേഴ്സൺ ലേശം ഹോൾഡ് ബാക്ക് ചെയ്ത് കാണാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഇടയിൽ ബ്രേക്ക് ആയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നു, ഒന്നും ഒരു ബ്ലോക്ക് മേ ബി അവർ ബ്ലോക്ക് ചെയ്ത് പോയി കാണാം, സംസാരിക്കാതെ മാറി നിന്ന് കാണാം. ഓക്കെ, അവർ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐ തിങ്ക് അതാണ് ഉണ്ടായത്. പക്ഷേ മേ ബി ഇപ്പം നിങ്ങൾ ആ ഒരു നോ കോൺടാക്ട് സെപ്പറേഷൻ സിറ്റുവേഷനിലായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഒരു എൻഡിങ് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്ന സിറ്റുവേഷൻ എൻഡ് ആയോ ഒന്നും പറ്റില്ല, എൻഡ് ആയിട്ടില്ല, അത് വീണ്ടും റീസ്റ്റാർട്ട് ആവും ഡെഫിനറ്റ്ലി. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് കാണുന്നത്. ഏറ്റവും മോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അതുമാത്രമല്ല നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത എന്ന് പറയാം, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ഒരു തടസ്സം ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഒന്നുമില്ലെങ്കിൽ പേഴ്സൺ ഹോൾഡ് ബാക്ക് ചെയ്താണ്, അവരെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതെ ഹോൾഡ് ബാക്ക് ചെയ്തായിരിക്കാം, നിങ്ങൾ തമ്മിൽ മിസ്കമ്മ്യൂണിക്കേഷൻ വന്നായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് മനസ്സിൽ കുറേ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് അതിനി
നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, അവരെന്താണ് ഹോൾഡ് ബാക്ക് ചെയ്തത്, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അവർ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി തരും. എന്താ സിറ്റുവേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാറി നിന്ന് എല്ലാം പറയും. അവർ നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും അവർ വരുന്ന ആക്ച്വലി യെസ് ഓഫറുമായിട്ട് വരുന്നതാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കോയിൻസ് ആണ്. നൈറ്റ് ഓഫ് കോയിൻസ്, നൈൻ ഓഫ് കോയിൻസ്, വാവ്. നയൻ ഓഫ് കോയിൻസും പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു വിഷ് ഫുൾഫിൽമെന്റ് എന്ന രീതിക്ക് എടുക്കാം. നിങ്ങൾ തമ്മിലൊരു മുന്നോട്ട് ലൈഫ് നിങ്ങൾ ഒന്നിച്ച് ഹാപ്പി ആയിട്ട് എന്ന രീതിക്ക് എടുക്കാം. ആഗ്രഹം നടക്കുന്നതായിട്ട്, ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. ഓഫറുമായിട്ട് പേഴ്സൺ വരുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ എന്തെങ്കിലും മെസ്സേജുമായിട്ട് വരാം. ഓഫർ എന്ന് വെച്ചാൽ ലൈക്ക് കമ്മിറ്റ്മെന്റ് ഓഫറുമായിട്ട് വരാം. ഓക്കെ, എന്തായാലും ട്രസ്റ്റ് ചെയ്യാം പേഴ്സണിനെ, നോ പ്രോബ്ലം. ഇവിടെ നെഗറ്റീവ് കാർഡ്സ് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ തമ്മിൽ യെസ് ഇപ്പം എന്തെങ്കിലും കാരണം കൊണ്ടൊരു ചെറിയ ഡിസ്റ്റൻസ് വന്ന് കാണാം, ബട്ട് അത് റിസോൾവ് ആവും. ഓക്കെ, നിങ്ങളുടെ പ്രശ്നം ഉണ്ടാവില്ല, മാറിക്കിട്ടും. ഓക്കെ, ജസ്റ്റിസിന്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എക്സാക്ട്ലി. ഓക്കെ, ഇഫ് ഐ എവർ പുട്ട് ഓഫ് മൈ മാസ്ക് വിൽ യു ആക്സെപ്റ്റ് ദ റിയൽ മീ. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ മനസ്സിൻ്റെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ മറക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് പലതും പറയാതിരിക്കുന്നുണ്ടാവും. എന്തൊക്കെയോ അവരുടെ മനസ്സിലുണ്ടാവും. അവർ പേടികളായിരിക്കാം. ഓക്കെ, അവരുടെ തന്നെ പേടികളാണ്, അവരുടെ തന്നെ നെഗറ്റിവിറ്റി ആണിത്. ഓക്കെ, അവരുടെ മനസ്സിൽ ചില നെഗറ്റീവ് തോട്ട്സ്, മേ ബി എന്തെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാവാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ പേടികളാവാം. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയായിരിക്കാം. കാരണം അവർ ചോദിക്കുന്നുണ്ട് വിൽ യു ആക്സെപ്റ്റ് ദ റിയൽ മീ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് അവനവനെ തന്നെ അവരൊരു പോരാ എന്ന രീതിയിലാണ് അവർ കാണുന്നത്. ഓക്കെ, അവർ നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടാവും. മേ ബി നിങ്ങൾ നല്ല വെൽ ഓഫ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് വേറെ, നിങ്ങൾ കുറച്ചുകൂടി ഹയർ ഇതിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ കാണാൻ നല്ലത്, വട്ടെവർ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ രണ്ടുപേർ പരസ്പരം എന്തെങ്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഇത് അവരുടെ തന്നെ, എന്നിട്ട് അവർ തന്നെ പറയണ്ടേ ഈസ് ദാറ്റ് മൈ നെഗറ്റിവിറ്റി കീപ്പിംഗ് മീ അവേ ഫ്രം യു. അവർക്ക് അറിയാം, അവർക്കൊരു ഡൗട്ട് ഉണ്ട് ദാറ്റ് എൻ്റെ തന്നെ നെഗറ്റിവിറ്റി ആണോ നമ്മളെങ്ങനെ അകറ്റി നിർത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അവർ റിയലൈസേഷൻസ് വരുന്നുണ്ട് അവർക്ക്. ഓക്കെ, ബീങ് ഫെയർ സംടൈംസ് ബ്രിങ്സ് അസ് ബാലൻസ് ആൻഡ് മോർ അണ്ടർസ്റ്റാൻഡിങ്. യെസ്, നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞ പോലെ ബാലൻസ് വരും. ജസ്റ്റിസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനിൽ അവർ ഫെയർ ആവണം എന്ന് ആഗ്രഹിക്കുന്നു. അതായത് ഫെയർ എന്ന് പറഞ്ഞാൽ ഒരു ന്യായം ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വെൻ യു ഹോൾഡ് മൈ ഹാൻഡ്സ് ദാറ്റ് വോംത് കീപ്സ് മൈ ഇൻസെക്യൂരിറ്റീസ്. യെസ്, ആക്ച്വലി അവരുടെ മനസ്സിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റി ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ പ്രോബ്ലം. അവർക്ക് എവിടേക്കോ അവരെ പോരാ, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ സംതിങ് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ. പക്ഷെ നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ, ജസ്റ്റ് നിങ്ങൾ അവരെ ഒന്ന് കൈപിടിച്ച് നിൽക്കുമ്പോൾ അവർ ആ എല്ലാ ഇൻസെക്യൂരിറ്റീസും മാറിപ്പോകുന്നു. അവർക്കൊരു ധൈര്യം ഫീൽ ചെയ്യുന്നു. അവർക്ക് നിങ്ങളുടെ ആ സ്നേഹത്തിലൊരു ധൈര്യം ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഐ ആം ചൂസിങ് മൈസെൽഫ് എന്ന് പറയുന്നുണ്ട്. മേ ബി അവരിതുവരെ അവനവന് വേണ്ടി ചിലപ്പോൾ ഒന്നും ചെയ്ത് കാണില്ല. എനിക്ക് അങ്ങനെയും തോന്നി. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ പ്രകാരം ആ പേഴ്സൺ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവനവനെ ലോ ആയിട്ടാണ് അവർ കാണുന്നത്. അവനവൻ പോരാ എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. സോ അവർ മറ്റുള്ളവർക്കായിരിക്കും എപ്പോഴും മറ്റുള്ളവർ നല്ലതാണ്, എന്നെക്കാൾ ബെറ്റർ ആണ് എന്നൊക്കെ ചിന്തിക്കുന്നത്. ബട്ട് ഇപ്പോൾ അവർ ഐ ആം ചൂസിങ് മൈസെൽഫ്, അവർ ഒന്ന് സെൽഫ് ലെവലിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. അവരുടെ ഒരു സെൽഫിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അവർക്ക് എന്താണോ ഇഷ്ടം അത് ചൂസ് ചെയ്യാൻ അവർ തയ്യാറാവുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് യു ആർ ദ സോൾ ഐ ഹവ് ബീൻ സെർച്ചിങ് ഫോർ. ഓക്കെ, സോ നിങ്ങളെയാണ് അവർ ഇത്രയും കാലം തെരഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർക്ക് ആ റിയലൈസേഷൻ ഉണ്ട്, നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഉള്ളത്. ആൻഡ് അവർ നിങ്ങളെ ചൂസ് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് പൈലുകാർക്ക്. നിങ്ങൾക്ക് പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം, തീർച്ചയായിട്ടും അവർ ലോയലാണ് നിങ്ങളോട്. ഓക്കെ, സിറ്റുവേഷൻസ് മാറി വരും, ചേഞ്ച് ആവും. ഓക്കെ, നമുക്ക് പൈൽ 2ലേക്ക് പോകാം. ഓക്കെ, പൈൽ 2 ക്ഷമയോടെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ട് ഷഫിൾ ചെയ്തില്ലെങ്കിൽ സെയിം കാർഡ്സ് വരും. ഓക്കെ, ഫയൽ 2 നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. സോറി, സമയം എടുക്കും. ഞാൻ സോറി എന്ന് പറഞ്ഞേക്കാം. സോറി, ഞാൻ ഇത്തിരി ഫാസ്റ്റായി ചെയ്യാൻ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫയൽ 2 പിരമിഡ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താ വരുന്നത് നോക്കാം. നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ?
ലെറ്റ്സ് സീ എന്താ വരുന്ന മെസ്സേജസ്. സ്ട്രെങ്ത് കാർഡാണ്, 2 of coins, wheel of fortune, devil energy, 7 of coins. Okay. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ ഇവിടെ ഈ ഫയൽ കാണുന്ന ആൾക്കാർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ 2 സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. അത് ഞാൻ ലാസ്റ്റിൽ കൺഫേം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ 2 സിറ്റുവേഷൻ നടക്കുന്നുണ്ട്. അവർ 2 കാര്യങ്ങളെ തമ്മിൽ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് മെയിൻലി ലൈക്ക് എന്തും ആവാം കേട്ടോ. ഓക്കെ, വർക്കിനാവാം ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വേറെ വ്യക്തിയും ആവാം. ഡെവിൾ ഉണ്ട് ഇവിടെ. അവരുടെ മനസ്സിലെ നെഗറ്റിവിറ്റി ആവാം. ഇല്ല, ഐ തിങ്ക് 2 പേരുണ്ട്. 2 വ്യക്തി എനിക്ക് കാണുന്നുണ്ട്. 2 എനർജിയാണ്. സോ ഞാൻ പറഞ്ഞ പോലെ 2 പേര് അവരുടെ ലൈഫിലുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സ് യെസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരു യെസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഐ തിങ്ക് യൂസ് യുവർ ഓൺ ജഡ്ജ്മെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ തീരുമാനിക്കുക. ആൻഡ് ഇത് ഓക്കെ, ട്രസ്റ്റ് ചെയ്യാം. പേഴ്സൻ്റെ ഫീലിങ്സ് ഓക്കെയാണ്, അതായത് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് അവർക്ക്, അതിൽ ഡൗട്ടില്ല. ഓക്കെ, ഇവിടെ പ്രിൻസസ് ഓഫ് കോയിൻസ് ആൻഡ് പ്രിൻസസ് ഓഫ് കപ്സ് ആണ് നമുക്ക്. അതായത് 2 വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ ഒരാളോട് അവർക്ക് സ്നേഹം ഫീലിങ്സ് എന്ന രീതിക്കാണ് നിങ്ങളെ തന്നെയാണ് പറയപ്പോഴും. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ വേറെ വ്യക്തി അവരുടെ ലൈഫിലുണ്ട്. അത് അവരൊരു കമ്മിറ്റ്മെന്റ് കൊടുത്ത വ്യക്തിയായിരിക്കാം, മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് ഒരു അവർ ലൈക്ക് മാരേജ് ചെയ്യാൻ പോകണു എന്ന രീതിക്ക് വലുതും ഓൾറെഡി കമ്മിറ്റ്മെന്റ് ആയി കാണാം. അങ്ങനെയാവാം. ഓക്കെ, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഫൈനാൻഷ്യൽ കുറച്ചുകൂടി, അതായത് ഒരു നമ്മൾ പറയില്ലേ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന. ഓക്കെ, 2 വ്യക്തി അവരുടെ ലൈഫിൽ ഒരാളോട് ആലോചിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഇമോഷണലായിട്ട് നിങ്ങളോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓക്കെ, ബട്ട് വേറൊരു വ്യക്തി അവരുടെ ലൈഫിൽ കമ്മിറ്റ്മെന്റ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി കൂടി അവരുടെ ലൈഫിലുണ്ട്. ആ 2 സിറ്റുവേഷൻ അവർ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അത് അവർ തെറ്റ് വേണം വെച്ച് ചെയ്യുന്നതല്ല. ഓക്കെ, ബട്ട് അവർക്ക് ഐ തിങ്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ഇതിൽ ആരെ വേണം അല്ലെങ്കിൽ ആരുടെ കൂടെ നിൽക്കണം എന്നവർക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒന്ന് അവരുടെ ചെയ്തേ പറ്റും, നമ്മുടെ കടമകളാണ് എന്ന് പറയാം. ഓക്കെ, അത്തരത്തിലാണ് വേറൊരു വ്യക്തി. പക്ഷെ നിങ്ങളോടാണെങ്കിൽ അവർക്ക് ആ ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഡെവിൾ എനർജി ഉണ്ട്. ഡെവിൾ എന്ന് പറയുമ്പോൾ അവരൊരുപാട് നെഗറ്റീവ് തിങ്കിങ്, അവർ മനസ്സിൽ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ, പേടികൾ, ഫിയേഴ്സ്, ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. സോ ശരിക്കും പറഞ്ഞാൽ വിധി അങ്ങോട്ടും തിരിയാ ഇങ്ങോട്ടും തിരിയാന്നാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. ആൻഡ് 2 of കോയിൻസും വീൽ ഓഫ് ഫോർച്യൂണും പറയുമ്പോൾ ഇത് എവിടെയോ നിങ്ങളുടെ ലൈക്ക് കർമ്മ റിലേറ്റഡ് ഒരു ബന്ധമായിരിക്കാം. എനിക്ക് പാസ്റ്റ് ലൈഫിൻ്റെ വല്ല കർമ്മ തിരിച്ചു വന്നത് അങ്ങനെയും പറയാം. ഓക്കെ, ആ പേഴ്സൺ ഇപ്പോൾ ഐ തിങ്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ജഡ്ജ്മെന്റ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മേ ബി ഇതൊരു പാസ്റ്റ് ലൈഫ് കർമ്മയുടെ കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പേഴ്സൺ കാർമിക് ആണ് എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ നിങ്ങളെ വേണം വെച്ച് വേദനിപ്പിക്കുക എന്നല്ല. ബട്ട് അവരുടെ മനസ്സിൽ ജെന്വിൻ ആയിട്ട് അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ വേറൊരു വ്യക്തിയോടും അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന രീതിയിലാണ്, അങ്ങനെ കൺഫ്യൂഷനിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഓക്കെ, പക്ഷെ ഒരു തരത്തിൽ നോക്കിയാൽ ഈ ഭാഗത്തേക്കാണ് അവർ ചൂസ് ചെയ്യാൻ ചാൻസ്. ആൻഡ് നമ്മളെപ്പോഴും ഇമോഷണൽ കാര്യങ്ങളെയാണ് ചൂസ് ചെയ്യും എന്ന രീതിയിൽ പറയാം നമ്മൾ. ഓക്കെ, സോ നിങ്ങളുടെ ഭാഗത്തേക്ക് ചാൻസ് ഉണ്ട്, ഇല്ല എന്നല്ല, എന്നാലും ഓക്കെ ലെറ്റ്സ് സീ കുറച്ച് കാർഡ്സ് കൂടി. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഒരുപാട് ഇപ്പോൾ നെഗറ്റിവിറ്റി ഉണ്ട്, നെഗറ്റീവ് തിങ്കിങ് ഉണ്ട്, പേടികളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസും ഉണ്ട്. ലൈക്ക് അപ്പോൾ ഫാമിലിയുടെ ആയിരിക്കാം, മറ്റുള്ള ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയാം. അതിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കില്ല എന്നവർക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, സോ 3 of Cups എനർജിയാണ് ഇപ്പോൾ ചാടി വന്നത്. ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ 9 of Swords. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെ ഓർത്തിട്ട്. സോറി, ലാസ്റ്റ് കുറച്ച് കാർഡ്സ് കൂടി. ഓക്കെ, അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്നും കാണുന്നുണ്ട്, ജഡ്ജ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. നോക്കട്ടെ, ലെറ്റ്സ് സീ. Knight of Coins, Empress, High Priestess. ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ അല്ല ഇപ്പോഴും. ഓക്കെ, ചില കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, ഡെത്ത് എനർജി ഉണ്ട്, വേൾഡ് ഉണ്ട്.
സോ എൻഡിങ് ആണ് ആക്ച്വലി. ഓക്കെ, ഒരു സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആവണം. അതേത് സിറ്റുവേഷൻ ആണ് എന്നുള്ളത് ഐ തിങ്ക് ഈ വീൽ ഓഫ് ഫോർച്യൂൺ ഡിസൈഡ് ചെയ്യും, അതായത് കർമ്മ ഡിസൈഡ് ചെയ്യും. നിങ്ങളുടെ കർമ്മയും നിങ്ങളുടെ പേഴ്സൻ്റെ കർമ്മ, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ കർമ്മ എല്ലാം ഡിസൈഡ് ചെയ്യും. ഓക്കെ, ചില കാര്യങ്ങൾ ഇവിടെ അവസാനിക്കാനുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾ തമ്മിലൊരു ലൈഫ് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പേഴ്സണ് വേണമെന്നുണ്ട്, നിങ്ങളോട് കമ്മിറ്റ്മെന്റ് വേണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് കോയിൻസ് ആണ്. പക്ഷെ എന്താണ്, സ്ലോ എനർജിയാണ്. നൈറ്റ് ഓഫ് കോയിൻസ് പറയുമ്പോൾ അവർ മെല്ലെ ഡിസൈഡ് ചെയ്തിട്ട് വരുള്ളൂ മുന്നോട്ട്. ഓക്കെ, അതിൻ്റെ ഇവിടെ ചില കാര്യങ്ങൾ ഹിഡൻ ആണ് എന്നുള്ളതുണ്ട്, ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെ മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറയാം, അവരുടെ മൈൻഡിൽ ഒരുപാട് സീക്രട്സ് ഉണ്ടെന്ന് പറയാം. സീക്രട്സ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് തോട്ട്സ് അത്രേ ഉള്ളൂ. അതായത് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി അവർക്ക് തന്നെ കിട്ടുന്നില്ല. അവരെല്ലാം മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, അതിവിടെ എംപ്രസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇവിടെ എൻ്റെ ഇവിടെ എംപററും കൂടി ഉണ്ട്. സോ കുറച്ച് പേർക്ക് ഇവിടെ മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കാം ഒരു ഭാഗത്ത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഒരു ഭാഗത്ത് കമ്മിറ്റ്മെൻ്റ് ആണ്, വേറൊരു ഭാഗത്ത് നിങ്ങളോടുള്ള ഫീലിങ്സ്, സ്നേഹം. നിങ്ങളോട് ആക്ച്വലി വളരെയധികം അട്രാക്ഷൻ തോന്നുന്നു എന്നും പറയാം. ഓക്കെ, നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതാണ്, ഒരു ഡിസിഷൻ്റെ കാര്യം വരുമ്പോൾ അവർക്ക് ചിലത് എൻഡ് ചെയ്യേണ്ടി വരും. അവരുടെ ലൈഫിൽ നിന്ന് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർ എൻഡ് ചെയ്യേണ്ടി വരും. എൻഡ് ചെയ്തിട്ട് വേണം ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാൻ. ഓക്കെ, ബട്ട് ആ ഒരു ഡിസിഷൻ എനിക്ക് തോന്നുന്നത് ഇവിടെ കർമ്മ ആണ് തീരുമാനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കർമ്മ, അവരെ കർമ്മ, ഓക്കെ, എല്ലാം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പേഴ്സൺ ഏത് വഴിക്ക് ഏത് ഭാഗത്തേക്ക് തിരിയും എന്നുള്ളത് ഇപ്പം നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നില്ല. ഓക്കെ, നിങ്ങൾ ഒരു ട്രസ്റ്റ് ബേസിൽ, ഞാൻ അതാ പറഞ്ഞത്, തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ എടുക്കേണ്ടി വരാം. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം, എന്നിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കണോ വേണ്ടേ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്തേക്ക് ഐ തിങ്ക് വിട്ട് തരുന്നുണ്ടത്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് യു ക്യാൻ ചൂസ്, വേണോ നിങ്ങൾ ആലോചിക്കൂ. ഓക്കെ, കാരണം പേഴ്സൺ ചില കാര്യങ്ങളിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ആണ്, അവർ ചെയ്തേ പറ്റൂ എന്നൊക്കെ കാണുന്നുണ്ട്. സോ ട്രസ്റ്റ് ചെയ്യണം എന്ന് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ, അവരുടെ ഫീലിങ്സ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതായത് അവർക്ക് നിങ്ങളോട് ശരിക്കും സ്നേഹം ഉണ്ടോ, ഫീലിങ്സ് ഉണ്ടോ, അത് മാത്രം ഞാൻ ഒന്ന് എടുത്തുതരാം നിങ്ങൾക്ക് വേണ്ടി. ലെറ്റ്സ് സീ. യെസ് ആണ് ആക്ച്വലി, യെസ് ആണ്, നോ ഡൗട്ട്. നിങ്ങളോട് ശരിക്കും സ്നേഹമുണ്ട്, ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ബട്ട് സിറ്റുവേഷൻ സാഹചര്യമാണ് ഇങ്ങനെ. ഇപ്പം നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, വളരെയധികം സ്നേഹമാണ് ശരിക്കും. ഏസ് ഓഫ് കപ്സ് ആണ്, 10 ഓഫ് കോയിൻസ് ആണ്, 4 ഓഫ് വൺസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോട് ശരിക്കും അവർ കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് വേണം, ഫാമിലി പോലെ വേണം, മാരേജ് വേണം, ആൻഡ് സ്നേഹം അത്രത്തോളം. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, യെസ്, അവർ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് സിറ്റുവേഷൻ ഏത് വഴിക്ക് തിരിയും എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞ പോലെ കർമ്മ ഇവിടെ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയാം, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളൊന്നും മോശമായിട്ടൊന്നും പറയാതിരിക്കാം. എനിക്ക് ആ തേർഡ് പാർട്ടി വന്നിട്ടാണ് എന്നിങ്ങനെ ചെയ്തത്, അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാതിരിക്കാം. കാരണം അത് കർമ്മയാണ്, എല്ലാം കർമ്മയാണ്. സോ നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടി മോശമായിട്ടൊന്നും ചിന്തിക്കണം. ആ പേഴ്സൺ ആ തേർഡ് പാർട്ടി വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണിന് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും ലെസൺസിനൊക്കെ ആയിരിക്കാം. ഓക്കെ, അവിടെ നിങ്ങൾ അവരെ മോശമായിട്ടൊന്നും പറയണ്ട, ഒന്നും പറയാതിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വയം തീരുമാനിക്കാം, നിങ്ങൾ കയ്യിൽ നിൽക്കണോ വേണ്ടതെന്ന്, വെയിറ്റ് ചെയ്യണോ ഈ പേഴ്സണിന് വേണ്ടി എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ബട്ട് ഐ തിങ്ക് സമയമെടുക്കും പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്ത് വരാൻ. സോ ഓക്കെ, ഒരു മെസ്സേജ് കൂടി നോക്കാം നമുക്ക്. യുവർ ഐസ്, ആക്ച്വലി അവർക്ക് ഞാൻ പറഞ്ഞ പോലെ സോറി ഫോർ ബ്രേക്കിംഗ് യു. ഇത് നേരത്തെ ചാടി വന്നു ഞാൻ ഷഫിൾ ചെയ്യുമ്പോൾ. ഞാൻ ഷഫിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ സോറി എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഇത് വീണു. സെയിം കാർഡ് ഇവിടെ, സോറി ഫോർ ബ്രേക്കിംഗ് യുവർ ട്രസ്റ്റ്. അവർ നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ തേർഡ് പാർട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ആ നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തു, അതിന് അവർ മാപ്പ് പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ബട്ട് അവർ അവരിൽ ക്ഷമ പറയുന്നുണ്ട്. ഓക്കെ, അവർ മാപ്പ് പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, യുവർ ഐസ്, യുവർ സ്മൈൽ കാൺ ഗെറ്റ് ദം ഔട്ട് ഓഫ് മൈ ഹെഡ്. നിങ്ങളോട് അത്രത്തോളം അട്രാക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അത്രയും ഇഷ്ടം തന്നെയാണ് അവർക്ക്, സ്നേഹം തന്നെയാണ്. മസ്റ്റ് ബി ആൻ അഡ്രിനാലിൻ റഷ് ബിക്കോസ് യു സെറ്റ് മൈ ഹാർട്ട് ഓൺ ഫയർ. യെസ്, അവർക്ക് നിങ്ങളോട് പാഷനേറ്റ് ആയിട്ട് ആ ഒരു ലവ് ഉണ്ട് അവർക്ക്. ഓക്കെ, ആൻഡ് ഇഫ് യു വോണ്ട് അവർ ലവ് ടു ബിക്കം ലോങ് ലാസ്റ്റിംഗ് ഗിവ് മി എ ഹാൻഡ് ടു ബിൽഡ് എ സൗണ്ട് സോറി. അവർ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച്, ഓക്കെ, നിങ്ങൾ ഒന്നിച്ച് ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോയാൽ ഈ റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതായത് അണ്ടർസ്റ്റാൻഡിങ് വേണം. കാരണം അപ്പോൾ അവർ വേറെ സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടി അണ്ടർസ്റ്റാൻഡിങ് വെക്കണം, ക്ഷമ വെക്കണം. ഓക്കെ, പേഴ്സൺ വരാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിയാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ കാർഡ്സ്, അവരാ മാരേജ് എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുക, എന്ത് തന്നെ ആയാലും. ഓക്കെ, അവരത് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ അവർ കൂടെ നിൽക്കാൻ തയ്യാറായാലും മാത്രമേ കാര്യങ്ങൾ നടക്കൂ. ഓക്കെ,
ആൻഡ് ഇവിടെ കാണുന്നത് ട്രൈങ് ടു ഫൈൻഡ് മൈ വേ ബാക്ക് ടു യു എന്നാണ്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ്. ഞാൻ നേരത്തെ അതാ പറഞ്ഞത്, അവർ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്, അതാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, വെൻ യു ഹോൾഡ് മൈ ഹാൻഡ്സ് ദാറ്റ് വോംത് കീപ്സ് മൈ ഇൻസെക്യൂരിറ്റീസ്. ഇത് ഫസ്റ്റ് ഫയലിലും വന്നിരുന്നു. ബട്ട് എനിവേ, നിങ്ങൾ അവരെ കയ്യിൽ പിടിക്കുമ്പോൾ എനിക്ക് അവർക്കൊരു ധൈര്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത്രയും സ്ട്രോങ് ആണ്, അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അത്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് വൈബ് സറൗണ്ടിങ് യു ദാറ്റ് മേക്സ് മീ ഫീൽ ഇൻറ്റൻസ്ലി പാഷനേറ്റ്. ആക്ച്വലി ഞാൻ നേരത്തെ ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡ് പറഞ്ഞില്ലേ, ഹൈ പ്രീസ്റ്റസ് പറയുമ്പോൾ നിങ്ങളോട് വളരെയധികം അവർക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്ക് ഒരു ശരിക്കും ഫിസിക്കൽ അട്രാക്ഷൻ എന്ന രീതിക്ക് തന്നെ പറയണം. അവർക്ക് ആ ഒരു നിങ്ങളുടെ ചുറ്റും ആ ഒരു എനർജി ഉണ്ട്, നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. ഓക്കെ, അതുകൊണ്ട് അത് അങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കണ്ട. അവർക്ക് ജെനുവിൻലി അവർക്ക് നിങ്ങളോട് ആ സ്നേഹവും ഇഷ്ടവും ഫീലിങ്സും എല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ ഏസ് ഓഫ് കപ്സ് പറഞ്ഞിരുന്നു. സോ ഫീലിങ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. അതിൻ്റെ ഒപ്പം അവർക്ക് ആ ഒരു നല്ലോണം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം, ബട്ട് സിറ്റുവേഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ വേണ്ടേ കാത്തിരിക്കണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.